ഓം ബിർളയെ ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി അവതരിപ്പിച്ച പ്രമേയം ശബ്ദ വോട്ടോടെയാണ് പാസാക്കിയത്. ഓം ബിർള രണ്ടാം തവണയും സ്പീക്കർ പദവിയിലെത്തിയത് സഭയുടെ ഭാഗ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ये सदन का सौभाग्य है कि आप दूसरी बार इस आसन पर विराजमान हो रहे हैं. आपको और इस पूरे सदन को मेरी तरफ से मैं बहुत बहुत बधाई देता हूं. ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും ഇന്ത്യയുടെ ശബ്ദമാണെന്ന് രാഹുൽ ഗാന്ധി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണനാണ് ചേരുന്നത്. ആർക്കെ NDA അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യം അവരുടെ സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് വരുന്നു. പ്രതിപക്ഷവും ഭരണപക്ഷവും നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. അതാണിന്ന് ലോക്സഭയിൽ കണ്ടത്. എന്തായാലും സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ എന്താണ് വിശദാംശങ്ങൾ? വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സൂചനകൾ നൽകുന്നതാണ് ഇന്നത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദം ഭരണപക്ഷം പ്രതിപക്ഷത്തിന് മേൽ ചെലുത്താനായി ശ്രമിച്ചിരുന്നു. ഐകകണ്ഠേനയുള്ള തെരഞ്ഞെടുപ്പ് അതാണ് കീഴ്വഴക്കം എന്ന് സ്ഥാപിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാനായിരുന്നു ശ്രമിച്ചു വന്നിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ സമ്മർദ്ദത്തെ അതിജീവിക്കുന്ന വിധത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തങ്ങൾ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്, അഥവാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഏതെങ്കിലും വിധത്തിൽ പിൻവലിക്കാനല്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഇതുവഴി സർക്കാർ പല വിഷയങ്ങളിലും സ്വീകരിക്കുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ അത് ഏതളവിലും തങ്ങൾക്ക് മുന്നിൽ ഇനി ഫലിക്കില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. മുൻപുള്ളതുപോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ശക്തി ക്ഷയിച്ച ഒരു പ്രതിപക്ഷമായിരിക്കില്ല ഇനിയുള്ള നാളുകളിൽ സഭയിൽ ഉണ്ടാവുക എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായ നിലപാട്. വളരെ ശക്തമായിട്ടുള്ള നിലയിൽ കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി തന്നെ നേരിട്ട് ഈ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഐകകണ്ഠേന സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വഴങ്ങാതിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. BJPയെ സംബന്ധിച്ച് നിലവിൽ അവരുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള ഘട്ടങ്ങളിൽ ഈ ഘടകകക്ഷി നേതാക്കന്മാരുടെ പിന്തുണ കൂടി അനിവാര്യമാകുന്നു സഭയിൽ പല വിഷയങ്ങളിലും എന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെ കൗശലത്തോടെ കൈകാര്യം ചെയ്യും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇന്ന് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് പ്രമേയം സഭയ്ക്ക് മുന്നിൽ വെച്ചത്. ആ പ്രമേയത്തെ പിന്താങ്ങി ആദ്യം രാജ്നാഥ് സിംഗും പിന്നീട് ബാക്കിയുള്ള BJP നേതാക്കളും ഘടകകക്ഷി നേതാക്കളും രംഗത്തെത്തുകയും ചെയ്യുകയായിരുന്നു. ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് ഇന്ന് ഈ വോട്ടെടുപ്പ് ആവശ്യപ്പെടാനായിട്ടുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നില്ല. കാരണം ഈ പ്രമേയം സഭ സ്വീകരിക്കും എന്ന വിധത്തിൽ കണക്കുകളുടെ ഒരു വസ്തുത അവർക്ക് മുന്നിൽ ഉണ്ടായതുകൊണ്ടാണ് അവർ ആ വിഷയത്തിൽ അങ്ങനെ ചെയ്യാതിരുന്നത്. എങ്കിലും ഫലപ്രദമായിട്ട് തങ്ങളുടെ സാന്നിധ്യം വ്യക്തമാക്കാനായിട്ട് ഇന്ന് ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു. പ്രതിപക്ഷത്തിന് അത് തന്നെയാണ്. രാധാകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി രാജ്യത്ത് പ്രതിപക്ഷമില്ല, പ്രതിപക്ഷ ശബ്ദമില്ല എന്ന വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും ഇന്ത്യയുടെ ശബ്ദമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. This house represents the voice of India's people. And you, Speaker Sir, are the final arbiter of that voice. Of course, the government has political power, but the opposition also represents the voice of India's people. And this time, the opposition represents significantly more voice of the Indian people than it did last time.